Dear friends, I start my class once again. ലാസ്റ്റ് ക്ലാസ്സിലെ ഞാൻ പറഞ്ഞു നിർത്തിയത് പാർട്സ് ഓഫ് സ്പീച്ചിലെ രണ്ടാമത്തെ പ്രോനൗനെ നിർത്തിയാണ്. പ്രോനൗൺ സർവനാമം പറഞ്ഞു, നൗൺ പറഞ്ഞു, സർവനാമം പറഞ്ഞു. മൂന്നാമത്തെ അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് നാമവിശേഷണം. എ വേർഡ് ദാറ്റ് മോഡിഫൈസ് ഓർ ക്വാളിഫൈസ് എ നൗൺ ഈസ് നോൺ ആസ് adjective. For example, beautiful girl. The word noun, the girl is a noun and this word is qualified by this. അപ്പോൾ ബ്യൂട്ടിഫുൾ എന്ന പദം ഈ നാമത്തെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ നാമവിശേഷണമായി മാറി. ബോയ് എന്നുള്ള നാമത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹാൻസം. അപ്പോൾ 2 എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരുപാട് എക്സാമ്പിൾ നിങ്ങൾ കണ്ടത്. പക്ഷേ ഈ അഡ്ജക്റ്റീവിനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു ക്രമമുണ്ട്. അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, എണ്ണത്തിനെ കാണിക്കുന്നതാണ് നമ്പർ. 2 books, 3 books, 3 beautiful books, 3 bright students. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ. ക്വാണ്ടിറ്റി അളവിനെ കാണിക്കുന്നത്, ക്വാളിറ്റി ഗുണത്തെ കാണിക്കുന്നത്, സൈസ് വലുപ്പത്തെ കാണിക്കുന്നത്, പിന്നെ കളർ ബ്ലൂ, ബ്ലാക്ക്, യെല്ലോ. ഇനി നമ്പർ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സൈസ്, കളർ. വേർ ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? വേർ ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? ing adjectives, noun adjectives, ലാസ്റ്റ് noun. അപ്പോൾ ഇങ്ങനെ 1 2 3 4 5 6 7 8 8 9 ക്രമത്തിലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവ് കൂടുതൽ തന്നു കഴിഞ്ഞാൽ അതിനെ അറേഞ്ച് ചെയ്യേണ്ട ക്രമം ഇതാണ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ചെയിൻ, ഗോൾഡ്, ലോങ്, ഹെവി, യെല്ലോ, ഷൈനിങ്, ചെയിൻ പറഞ്ഞു, ഗോൾഡ് പറഞ്ഞു. അതെ, ഇപ്പോൾ ഇതിലൊരു നാമം ഏതാ? ചെയിൻ എന്നുള്ളതാണ് നാമം. ഗോൾഡ് എന്നുള്ളത് സ്വർണം എന്നുള്ളത് നാമമാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ ചെയിൻ ഗോൾഡ് എന്നാ പറയാ, ഗോൾഡ് ചെയിൻ എന്നാ പറയാ, ഗോൾഡ് ചെയിൻ. അപ്പോൾ എവിടേക്കാ ഗോൾഡ് വന്നത്? ഈ ചെയിൻ്റെ തൊട്ട് മുമ്പ് വന്നു. അപ്പം ഈ ഗോൾഡ് എന്നുള്ളത് നാമമാണ്. അപ്പം നാമമാകുന്ന നാമവിശേഷണം. അയൺ ബോക്സ് എന്ന് പറയുമ്പോൾ എന്താ? അയൺ ബോക്സ്. അയൺ എന്നുള്ള നാമം, ബോക്സ് എന്നുള്ള നാമം. അപ്പം നാമമാകുന്ന നാമവിശേഷണം. അപ്പം ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം. ലോങ്, അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, ക്വാണ്ടിറ്റി, വേണമെങ്കിൽ 2 എന്ന് വേണമെങ്കിൽ ആയിക്കോളാം. അപ്പോൾ അഡ്ജക്റ്റീവ്സ് നമ്പർ ആദ്യം വരും. 2, ലോങ്, ഹെവി, adjectives on quantity, quality, size, color, yellow, shining, ing adjectives, gold chain. ഇങ്ങനെയാണ് നമ്പർ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, സൈസും ക്വാണ്ടിറ്റിയും കഴിഞ്ഞു. കളർ, ഷൈനിങ് എന്നുള്ള ing adjectives. വേണമെങ്കിൽ ചൈനീസ് എന്ന് വേണമെങ്കിൽ ആക്കാം. ചൈനീസ് എവിടെ ഉണ്ടാക്കി? ചൈനീസ്, ഷൈനിങ്, ഗോൾഡ് ചെയിൻ. അപ്പോൾ അഡ്ജക്റ്റീവ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരു ഓർഡർ വേണം. ഇത് കൃത്യമായ ഓർഡറിലേക്ക് വരാൻ ഇപ്പോൾ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മാറി വരാം. എന്നാലും അതിനൊരു ക്രമമുണ്ട്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് എത്ര തരമുണ്ട്? ഒരുപാട് തരമുണ്ട്, 7 8 തരമുണ്ട്. അത് ഈ ക്രമം ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അഡ്ജക്റ്റീവ്സ് ഓഫ് നമ്പർ, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സൈസ്, കളർ. വാട്ട് ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? വേർ ഈസ് ഇറ്റ് മെയ്ഡ് ഓഫ്? ing adjectives,
നൗൺ അഡ്ജക്റ്റീവ്സ് നൗൺ. അപ്പം നൗൺ ആകുന്ന അഡ്ജക്റ്റീവ്സ് ഉണ്ട്. നാമമാകുന്ന നാമവിശേഷത്തിന് ഉദാഹരണമാണ് അയൺ ബോക്സ്. മറക്കത് അയൺ എന്നുള്ളത് മെറ്റലാണ്. അതുപോലെ ഗോൾഡ് ചെയിൻ കേട്ടില്ലേ, ഗോൾഡ് എന്നുള്ളത് മെറ്റലാണ്, അതൊരു വസ്തുവിൻ്റെ പേരാണ്. ഇതും നാമമാണ്, ഇതും നാമമാണ്. അപ്പം നാമമാകുന്ന നാമവിശേഷങ്ങളുണ്ട്. അപ്പം നാമവിശേഷങ്ങളെ കുറിച്ച് മനസ്സിലായോ? അപ്പം നാമവിശേഷത്തിന് നാമത്തെ വിശേഷിപ്പിക്കുന്നതാണ് നാമവിശേഷം. കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ടോ? ഇല്ലല്ലോ. അപ്പം അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് നമുക്ക് ഇത്രമാത്രം കാര്യങ്ങളെ പറയാനുള്ളൂ. ഇനി ഞാൻ അടുത്തതായി എടുക്കേണ്ടത് വെർബാണ്. വെർബിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടരുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഒരു 5 മിനിറ്റിൽ കൂടുതൽ ക്ലാസ് കേൾക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. ആയതുകൊണ്ട് വെർബ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വെർബിനെ കുറിച്ച് കാര്യമായിട്ട് കുറച്ച് പറയാനുണ്ട്. അഡ്ജക്റ്റീവ്സിനെ കുറിച്ച് അത്ര പറയാനില്ല. എന്നാൽ ഈ ഓർഡർ ഒന്ന് നിങ്ങൾ ഓർമ്മ വെച്ച് വയ്ക്കണം, മറക്കരുത്. ഇതുവരെ ക്ലാസ് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്തവരോട് നന്ദി പറയുന്നു. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ് കേട്ട് നല്ലപോലെ ഗ്രഹിക്കുക, നല്ലപോലെ മനസ്സിലാക്കുക. താങ്ക് യു.